ലൈഫിൽ ചലഞ്ചസ് ഇല്ലേ, നമ്മളതിനെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം. ഞാൻ വിമർശനങ്ങൾക്ക് അധീനോ അല്ലെങ്കിൽ വിമർശനങ്ങൾ എടുക്കാൻ മടിയുള്ള ഒരാളൊന്നുമല്ല. എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് കുറച്ച് ഇതുണ്ട്, നമുക്ക് കാണും പറയാം. ഐ എം നോട്ട് ബോധേഡ് അബൌട്ട് ഇറ്റ്. ഈ ബൈബിളില് യേശു ക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷൻ സമയത്ത് വലതുവശത്ത് ബേസിക്കലി അതിന്റെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. അതാണ് ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഉണ്ട്. വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ തന്നെ അതിനൊരു ഉദാഹരണം. അതിന്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ ഇതൊരു ട്വിസ്റ്റ് ഉള്ള ഒരു ത്രില്ലർ സിനിമയാണെന്നുള്ള എല്ലാ ഇതിലുണ്ട്. പക്ഷെ ഇതിനകത്ത് അതിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല. കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സിന്റെ ഒരു ട്രാവലാണ് ഈ സിനിമ. നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഒത്തിരി അനീതികളുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നമ്മൾ എവിടെന്നെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കിയ വേണ്ടി നമ്മൾ മിക്കപ്പോഴും സിനിമകൾ കാണുന്നത്. അപ്പം ഞാൻ ഇപ്പൊ ദൃശ്യന്തിരി ചെയ്യുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ചെയ്യുന്നത്. ചിലപ്പോൾ അത് ആൾക്കാർ അത് അതിൻ്റെതായ അർത്ഥത്തിൽ എടുത്ത് കിട്ടിയാൽ പടം ഓക്കെ ഭയങ്കര നന്നായിട്ട് പോകും. എത്രയോ പ്രൊഡ്യൂസേഴ്സ് നശിച്ച് കുത്തുവാള എടുത്തു പോയിട്ടുണ്ട്. നമസ്കാരം. മലയാള സിനിമയിൽ ത്രില്ലറുകളുടെ പുതിയ അധ്യായം എഴുതി ചേർത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംവിധായകനായ ജിത്തു ജോസഫാണ് നമ്മളുടെ കൂടെയുള്ളത്. ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന വലതുവശത്തെ കള്ളൻ ഈ ജനുവരി 30 റിലീസാകാൻ പോവുകയാണ്. ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിന്റെ ജോബി ജോർജും മാജിക് റേസിന്റെ ജോസ് ചക്കാലക്കിലും കൈകോർത്തിട്ടാണ് ഈ മൂവി UK ആൻഡ് അയർലൻഡിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വരൂ, നമുക്ക് ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് സാറിനോട് നേരിട്ട് ചോദിക്കാം. അപ്പം തുടങ്ങുകയാണെങ്കിൽ സാറിന്റെ സാധാരണ മൂവികളുടെയൊക്കെ പേരുകളൊക്കെ വളരെ ഷോർട്ടാണ്. മെമ്മറീസ്, ദൃശ്യം, വളരെ ഷോർട്ട് ടൈറ്റിൽസ് ആണ്. ഇതിന് വലതുവശത്തെ കള്ളൻ എന്ന് ലോങ് ആയിട്ടുള്ള ഒരു പേരിടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, ഞാനിത് മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ലൈഫ് ഓഫ് ജോസൂട്ടി ഒരു വലിയ പേരാണ്. അതുപോലെ വേറെ ഏതോ ഒരു സിനിമ കൂടെ ഉണ്ടായിരുന്നല്ലോ, വേറെ ഞാൻ മറന്നു, ഏതോ ഒരു സിനിമയും കൂടെ ഉണ്ട്. എനിവേ അങ്ങനെയൊന്നുമില്ല. ഈ സിനിമയുടെ ഈ പേരിട്ട് ഞാനല്ല, എന്റെ അടുത്ത് ഡിനു ഈ കഥയായിട്ട് വരുമ്പോ തന്നെ ഈ പേരുണ്ട്. കഥ കേട്ടു, സ്ക്രിപ്റ്റും വായിച്ചപ്പോ ഈ പേര് കഥാപരമായി ചില കണക്ഷൻ ഉണ്ട് എന്നൂടെ അപ്പൊ ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് ആ പേര് വളരെ ഒരു കൗതുകം തോന്നി, എനിക്കൊരു ഇഷ്ടം തോന്നി. അതിന് മാത്രമല്ല കഥാപരമായ കണക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഞാനല്ല ഇതിന്റെ പേര് ഫിക്സ് ചെയ്തത്. ആക്ച്വലി ഈ ബൈബിളില് യേശു ക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷൻ സമയത്ത് വലതുവശത്ത് ബേസിക്കലി അതിന്റെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. അതാണ് ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്, അതുകൊണ്ടാണ് പേര് ഇതിന് സൂട്ട് ആകുന്നതെന്ന് പറയുന്നത്. ഇപ്പം മൂവീസ് ഒക്കെ റിലീസ് ചെയ്യുമ്പം ഇപ്പം മലയാളം മൂവീസ് എസ്പെഷ്യലി ദൃശ്യമൊക്കെ വന്നതോടുകൂടി അത് ഗ്ലോബലി തന്നെ ഇപ്പൊ ചൈനയിലും ജപ്പാനിലും ഒക്കെ നമ്മുടെ മൂവി എടുത്തിട്ട് അവര് തന്നെ റീമേക്ക് ചെയ്യാണ്. മാത്രമല്ല മലയാളം മൂവീസിന് റീസെന്റ് ആയിട്ട് ഒരുപാട് അപ്രീസിയേഷനും ആഫ്റ്റർ കോവിഡ് എസ്പെഷ്യലി ഒരുപാട് വ്യൂവേഴ്സ് ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും ഈവൻ തിയേറ്ററിലാണെങ്കിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ മൂവീസ് ചെയ്യുമ്പം അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ടോ? അതോ ലോക്കലൈസ്ഡ് ആ മൂവിക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ ചെയ്യാറുള്ളൂ? ഒരിക്കലും അങ്ങനത്തെ ഇതൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു കഥ നമുക്ക് കിട്ടുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുമ്പോ അതെങ്ങനെ ഓഡിയൻസിന് ഇഷ്ടമാകുന്ന രീതിയിൽ ഓഡിയൻസിന് എന്താ പറയാ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ പറയാമെന്ന് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ അതിപ്പോ അതിന്റെ ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അതിനെ കഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഈവൻ കാസ്റ്റിംഗിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പം അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു വരികയാണ്. ഇപ്പൊ റീസെന്റ് നെറ്റ്ഫ്ലിക്സിന്റെ CEO ആരോ പറഞ്ഞു ഈ പ്ലോട്ട് 2-3 പ്രാവശ്യം മൂവിയിൽ ഇങ്ങനെ റീട്രേറ്റ് ചെയ്യണം, എന്നാലേ ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാറുണ്ടോ? OTT ഓഡിയൻസിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? അതോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്? അല്ല, ഞാനെപ്പോഴും സിനിമ പ്രിഫർ ചെയ്യുന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം അതിന്റെ എന്താ പറയാ ബിഗ് സ്ക്രീനിൽ ഒരു വലിയൊരു സറൗണ്ട് ഡോൾബി സിസ്റ്റത്തിൽ കാണുന്നതിന്റെ ഒരു ഇമ്പാക്ട്, പിന്നെ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുന്നതിന്റെ ഒരു സുഖം ഒരിക്കലും നമ്മളൊരു വീട്ടിലെ തിയേറ്റർ ഉണ്ടെങ്കിൽ പോലും അത് കിട്ടത്തില്ല. ശരിയാണ്. അപ്പൊ എപ്പോഴും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് നല്ലത്. പിന്നെ
അതിന് ബലം പിടിച്ചിട്ട് കാര്യമില്ല. ചിലർക്ക് ചിലപ്പോൾ തിയേറ്ററുകളിൽ വന്ന് കാണാനുള്ള സാഹചര്യം ഇല്ലാത്തവർ അവരും സിനിമ കാണണമല്ലോ. അപ്പം അവര് ടി വിയിലും ഒക്കെ ആയിട്ട് കാണും. എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് മൊബൈൽ ഫോണിൽ കാണുന്നതാണ്. ഒത്തിരി പേര് മൊബൈൽ ഫോണിൽ കാണുന്നു. എനിക്കൊരിക്കലും അത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഞാൻ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ പോലും ഞാൻ ഒന്നെങ്കിൽ ഫ്ലൈറ്റിന്റെ ഇത് ചെയ്യും, അല്ലെങ്കിൽ എന്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ഇരുന്നാണ്. അറ്റ്ലീസ്റ്റ് ഫോണിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഈയിടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, എനിക്കത് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പ്രത്യേകിച്ചും നമ്മള് സൗണ്ടിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളപ്പം, അതേപോലെ ആ സ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളപ്പോൾ ഒരിക്കലും മൊബൈലിൽ കാണുമ്പോൾ ഞാൻ ആരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, മൊബൈലില് ഒരുപാട് ഇന്ററപ്ഷൻ ആയിട്ട് ഒരുപാട് നേരം എടുത്തിട്ട് കണ്ടിട്ട് മൂവി ലാഗ് ആണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, അതിപ്പോ OTTയുടെ വലിയ വേറൊരു പ്രശ്നം അതല്ലേ. OTT നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും പോസ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വന്നു, അപ്പൊ നമ്മൾ പോസ് ചെയ്തു, പിന്നെ ചിലപ്പോ 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞൊക്കെയാണ് കാണുന്നത്. അങ്ങനെ സിനിമ അങ്ങനെയല്ലോ, ഒരൊറ്റ സ്റ്റേജ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഉള്ളൂ ഇന്റർവെല്. അതെ അതെ ബേസിക്കലി നമ്മളിപ്പോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ സ്ട്രെച്ചിലെ സിനിമ തീരുകയാണ്. ശരിക്കും അത് അങ്ങനെ കാണേണ്ടതാണ് സിനിമ. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ശരിക്കും OTTനേക്കാളും ഞാൻ എപ്പോഴും തിയേറ്റർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ചില സിനിമകൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ചില ടൈപ്പ് ഓഫ് സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ വന്ന് ആ സിനിമയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ, നമുക്ക് OTT വരുമ്പോ കാണാം എന്ന് വെക്കാം. എനിക്ക് തോന്നുന്നത് വളരെ ഫാമിലി ഓറിയന്റഡ് ഹ്യൂമർ സിനിമകളൊക്കെ ആണെങ്കിൽ എന്തിനാ വീട്ടിൽ ഇരുന്ന് കണ്ടാൽ പോരെ. കാരണം തിയേറ്ററിൽ പോകുമ്പോൾ എങ്ങനെ പോയാലും ഇക്കാലത്ത് എറണാകുളം പോലെ സിറ്റീസിൽ ഒരു ഫാമിലി പോയി സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ പോയാലും 10,500 രൂപ ചെലവാണ്. അപ്പൊ ഇത് നാട്ടിൻ പുറത്താണെങ്കിൽ അതൊരു 10,700 രൂപ ചെലവാണ്. അപ്പൊ ഒരു മാസത്തിൽ എത്ര സിനിമ കാണാൻ പറ്റും? അപ്പം തിയേറ്ററിൽ ഭയങ്കര തന്നെ കാണേണ്ട ഭയങ്കര വിഷ്വൽ എക്സ്ട്രാവൻസ് അല്ലെങ്കിൽ ഭയങ്കര മാസ് സിനിമ, അങ്ങനത്തെ ഇമ്പാക്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയ്ക്ക് അവർ തിയേറ്റർ പ്രിഫർ ചെയ്യും. ചെറിയ ഫാമിലി ഡ്രാമ അങ്ങനത്തെ സിനിമകൾ അവര് OTT പ്രിഫർ ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ഫാമിലി ഡ്രാമയോ അല്ലെങ്കിൽ കോമഡി സിനിമയ്ക്ക് അതുപോലെ ഒരു ഒപ്പീനിയൻ വീഴണം. പിന്നെ ആൾക്കാർക്കൊരു കാത്തിരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഇത്രയും പോയി അത് കാണണം എന്നുള്ളൊരു അതാണ്. അല്ലെങ്കിൽ ആൾക്കാർ OTTയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പോപ്പുലേഷന്റെ ഏതാണ്ട് 1-2% ഉള്ളൂ സിനിമ കാണുന്നത്. അതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിലും ഇപ്പൊ കോവിഡിന് ശേഷം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ കുറഞ്ഞെങ്കിലും വീണ്ടും അതിനൊരു ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും UK. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കോവിഡ് കഴിഞ്ഞ് എല്ലാവരും പേടിച്ചു, ആരും തിയേറ്റർ വരില്ലാന്ന്. കോവിഡ് കഴിഞ്ഞ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ നിൽക്കുമ്പോൾ പോലും പ്രായമായ അമ്മമാരടക്കം സിനിമ കാണാൻ അതിന് വേറൊരു ഫീലിംഗ് വന്നേ. ഏതായാലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളത് സുഖമായിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് ജീവിക്കുക എന്ന് പറയുന്ന രീതിയിൽ അവരങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. പക്ഷേ എല്ലാ സിനിമയും ഒരു ഫാമിലിക്ക് ചിലപ്പോ ഒന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവർ ചൂസ് ചെയ്യാവും. അത് അവരുടെ ഫിനാൻഷ്യൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പിള്ളേര് ചെറുപ്പക്കാര് ഇപ്പൊ പണ്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് നമ്മൾ എവിടെന്നെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കിയ വേണ്ടി നമ്മൾ മിക്കപ്പോഴും സിനിമകൾ കാണുമായിരുന്നു. അതുപോലെ കാരണം അവർ ഒരാളാ പോകുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ അന്നത്തെ കാലത്ത് ബാൽക്കണി എടുക്കണമെന്നില്ല, താഴെ ഇരുന്നും കാണാം, നമുക്ക് ചോയ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഫാമിലി ആയിട്ട് പോകുന്നു, അവിടെ ബുക്ക് ചെയ്യുന്നു. മാത്രമല്ല അവിടെ ചെല്ലുമ്പോ എന്താ പറയാ, കഫ്റ്റീരിയയിൽ നിന്ന് സ്വാഭാവികമായിട്ടും പിള്ളേരൂടെ ഉണ്ടെങ്കിൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു ബഡ്ജറ്റ് മാറി, സിനിമ വ്യൂയിങ്ങിന്റെ ബഡ്ജറ്റ് മാറി. അത് നമ്മൾ ഈ ഹോട്ടലിൽ പോണ പോലെയും റെസ്റ്റോറന്റിൽ പോണ പോലെയും മൂവി കാണുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും, നമ്മൾ അന്നൊരു മൂവി ഒരുമിച്ച് പോയില്ല എന്നുള്ള. അപ്പൊ അതൊരു എക്സ്പീരിയൻസ്, അത് ഫീൽ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും അത് തന്നെ പ്രിഫർ ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ഇപ്പൊ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടുതലാണ്. ആൾക്കാർ ഒരുപാട് ആലോചിച്ചിട്ട് തീരുമാനിക്കുള്ളൂ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടെന്നുള്ളത്. പക്ഷെ നല്ല മൂവി ആണെങ്കിലും എന്താണെങ്കിലും ആൾക്കാർ കാണാൻ ട്രൈ ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു സാറിന് ഏറ്റവും കൂടുതലുള്ള ചലഞ്ച് ദൃശ്യം ഇറങ്ങിയ ശേഷം ഈ ട്വിസ്റ്റ് എവിടെ എന്നുള്ള ഒരു പ്രഷർ, അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്തായിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളിലും മുകളിൽ കൊടുക്കണം എന്നുള്ള എപ്പോഴും ഒരു പ്രഷർ, അത് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതോ ഞാൻ ഇതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ അത് ഒരുപാട് ഇന്റർവ്യൂലും കാര്യങ്ങളും റീട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? അല്ല, ഇന്റർവ്യൂകളിൽ ഇത് ചെയ്യാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ആൾക്കാര്, ഞാൻ ദൃശ്യം കഴിഞ്ഞ് ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തപ്പം അപ്പോഴും ആൾക്കാർ, ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു സസ്പെൻസോ ട്വിസ്റ്റോ ഉള്ളി ലൈഫ് ഓഫ് ജോസൂട്ടി എന്നൊക്കെ ഇപ്പൊ എറിഞ്ഞിട്ട് പോലും ചില ആൾക്കാർ അതിനകത്ത് നിന്ന് ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ എന്നിൽ നിന്ന് അങ്ങനത്തെ സിനിമകൾ അങ്ങനത്തെ സിനിമകൾ കാണാൻ, അങ്ങനത്തെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ചിലർ വിളിച്ചിട്ട് പറയും, ചേട്ടൻ എന്തിനാ ഇങ്ങനത്തെ, ഇപ്പൊ നുണക്കുഴി ചെയ്ത് ചേട്ടൻ എന്താ ഇങ്ങനത്തെ പടം ചെയ്യുന്നത് എന്ന് പറഞ്ഞു.
പക്ഷെ എനിക്ക് ത്രൂ ഔട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്കും മടുപ്പുണ്ടാവും, എനിക്കും ഡിഫറെന്റ് സിനിമകൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാനും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോ ഞാൻ അതൊരു ഒരു എന്താ പറയാ, ചലഞ്ചാണെന്ന് വെച്ചാൽ ചലഞ്ചാണ്. അപ്പൊ ലൈഫിൽ ചലഞ്ചസ് ഉണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ പ്രൊഫഷനിലും ചലഞ്ചസ് ഉണ്ട്. ഉണ്ടുണ്ട്. നമ്മളതിനെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അതല്ല, എനിക്കൊരു കഥ വരുമ്പോൾ അതിനെ വർക്ക് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ ട്വിസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യും. അല്ലാതെ എന്റെ എല്ലാ സിനിമയിലും ഇപ്പൊ ലൈഫ് ഓഫ് അല്ല ഈ സോറി നമ്മുടെ വലതുവശത്ത്. വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ തന്നെ അതിനൊരു ഉദാഹരണം. അതിന്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ ഇതൊരു ട്വിസ്റ്റ് ഉള്ള ഒരു ത്രില്ലർ സിനിമയാണെന്നുള്ള എല്ലാ ഇതിലുണ്ട്. പക്ഷെ ഇതിനകത്ത് അതിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല. ഉം. ഒരു ക്രൈം നടന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആരാണ് അത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് ഓഡിയൻസിന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ബേസിക്കലി ഇതിന്റെ പാറ്റേൺ അതല്ല. ഇതിനകത്ത് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സിന്റെ ഒരു ട്രാവലാണ് ഈ സിനിമ. ഉം. അപ്പൊ ഈ കഥാപരമായിട്ട് ഏതാണ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്യാം. ചെയ്യാം. അപ്പൊ ഈ മൂവിയില് വലതുവശത്തെ കള്ളനില് വൈ ഇറ്റ് ഹാപ്പനെക്കാട്ടിലും അല്ല സോറി ഹൗ ഇറ്റ് ഹാപ്പനെക്കാട്ടിലും വൈ ഇറ്റ് ഹാപ്പൻ ആണോ കുറച്ചും കൂടി ഫോക്കസ് ഉള്ളത്? അതിന്റെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണോ? Yes. Why this incident happened ഉം. എന്ന് തന്നെയുള്ളതാണ്. ആണോ? ഹൂ ഓർ ഹൗ എങ്ങനെ എന്നൊന്നും അതിന് പ്രസക്തിയില്ല. പ്രസക്തിയില്ല. അപ്പം ഈ ബിജു മേനോനും ജോർജ് ജോർജും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ്. ബിജു മേനോൻ കുറച്ചും കൂടി സട്ടിൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ്, അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. അപ്പം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസിൽ അതൊരു ചലഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അത് എങ്ങനെ ബാലൻസ് ചെയ്യണം? ഏത് മീറ്റിംഗ്? രണ്ടുപേരും സട്ടിൽ ആക്ടേഴ്സ് തന്നെയാണ്. മെത്തേഡ് ആക്ടിങ്ങിന്റെ ഇത് തന്നെയാണ്. വളരെ മിനിമലിസ്റ്റിക് ആക്ടേഴ്സ് എന്ന് പറയാൻ അവർ അവരുടെ പെർഫോമൻസും അവരുടെ റിയാക്ഷൻസും ഒക്കെ അങ്ങനത്തെയാണ്. ഈ ക്യാരക്ടറിനെ അവരെ നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസണും അത് തന്നെയാണ്. അത് ആ രീതിയിൽ പോർട്രേ ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടെ വേരിയേഷൻ വരുന്നത് ബിജുമേനോന്റെ ക്യാരക്ടറിനാണ്. ജോജുവിന്റെ ക്യാരക്ടർ കുറച്ചുകൂടെ കൺട്രോൾഡ് ആണ്. പുള്ളി അതൊരു വേറൊരു എന്താ പറയാ, ഭയങ്കര പല പ്രശ്നങ്ങൾ ലൈഫിൽ വന്നപ്പോഴും പുള്ളി വളരെ കൺട്രോൾഡ് ആയിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷെ ബിജുമേനോന്റെ അങ്ങനെയല്ല. കുറച്ചുകൂടെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന പോലത്തെ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇതൊരു പാറ്റേൺ ആയിട്ട് തോന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം സാധാരണക്കാരന് ഈ നിയമവ്യവസ്ഥ മാത്രം പറ്റുന്നില്ല, കൂടുതൽ എന്താ പറയാ, നമുക്ക് അവർക്ക് നീതി കിട്ടണമെങ്കിൽ വേറെ പല രീതിയിലും ചെയ്യണം, അല്ലെങ്കിൽ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്താലേ അവർക്ക് നീതി കിട്ടുള്ളൂ എന്നുള്ളത് പോർട്രേ ചെയ്യുന്ന പല പല മൂവീസും സാർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയണാണോ, അതോ തിരക്കഥ അങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോ? ഇല്ല, ഒരു പാറ്റേൺ ഒന്നുമല്ല. ലോക സിനിമ എടുത്തു നോക്കൂ. ഹീറോ പോലീസ് അല്ലെങ്കിൽ മിക്കവാറും ഹീറോ തന്നെ നിയമം നടത്തേണ്ട ഗതികേടായിരിക്കും. ഒന്നെങ്കിൽ പോലീസ് ആയിരിക്കും വില്ലൻ, അല്ലെങ്കിൽ പോലീസ് വില്ലന്മാരുടെ സഹായി ആയിരിക്കും പോലീസ്. അപ്പൊ അവിടെയൊക്കെ ഹീറോ കയറി കളിച്ച് അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഒത്തിരി അനീതികളുണ്ട്. നമുക്കൊക്കെ ഭയങ്കരമായിട്ടും പ്രതികരിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്. സിനിമ അത് ആ സിറ്റുവേഷൻസ് സിനിമയിൽ വരികയും സിനിമയിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ഹീറോ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സന്തോഷമുണ്ട്. അതാണ് സിനിമ മിസ്യൂസ് നമ്മൾ അതിന്റെ ഒരു ടെക്നിക്ക്. നമ്മൾ ആ ഒരു അവരുടെ ഒരു ഇതിനെ ചൂഷണം ചെയ്യാൻ അങ്ങനെ പറയാം. പക്ഷെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതെ, ആ ഇമോഷണൽ കണക്ഷൻ ആണ്. ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറിന്റെ കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അതെ, സാധാരണ കൂടുതൽ മൂവീസും ചെയ്തിട്ടുള്ള സ്വന്തം സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ്. അപ്പം സ്വന്തം സ്ക്രിപ്റ്റ് അല്ലാതെ ഇപ്പം ദിനു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ചെയ്യുമ്പം എന്താണ് കൂടുതൽ എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ടുള്ളത്? ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പൊ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റേതായ ഒരു സ്റ്റോറി ഞാൻ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതിന്റെ ഫുൾ എഡിറ്റഡ് സ്ക്രിപ്റ്റ് കഴിയുമ്പോഴത്തേക്കും ബേസിക്കലി ഞാൻ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്റെ മനസ്സിൽ. പിന്നെ എനിക്ക് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ പ്രീ പ്രൊഡക്ഷൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഇത്. നമ്മളത് അതൊരു അങ്ങനത്തെ ഒരു എക്സിക്യൂഷൻ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ വേറൊരാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനത് ഫീഡ്ബാക്ക് എടുത്ത്
അയാളുടെ ഐഡിയയും കൂടെ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിനകത്ത് ചേഞ്ചസ് വരുത്തി ഫുൾ എനിക്കത് ഫീഡ് ചെയ്യണം എന്നിലേക്ക്. അത് ഫീഡ് ചെയ്ത് തറോ ആക്കിയിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നു. പിന്നെ എക്സിക്യൂഷൻ അതൊക്കെ തന്നെ. അപ്പോഴും മറ്റേതിന്റെ ഒരു സ്മൂത്ത്നെസ് ഇല്ല. അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് മാത്രം വെച്ച് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്റെ ഒരു പെർസ്പെക്റ്റീവ്, എനിക്ക് ജീവിതത്തെ കുറിച്ച് പല എന്റേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ, ഒരു കേസ് എടുത്താൽ അതിന് എന്റേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ അപ്പം എപ്പോഴും അത് എഴുത്തിലും അത് പ്രതിഫലിക്കും, എന്റെ ഫിലിം മേക്കിങ്ങിലും അത് പ്രതിഫലിക്കും. വേറൊരാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊരു സെക്കൻഡ് പെർസ്പെക്റ്റീവ് കിട്ടുകയാണ്. അപ്പോ ചിലപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തകളുമായിട്ട് പുള്ളി വരുന്നു. അതെനിക്ക് ഗുണകരമാണ്. അപ്പോ അതിനെ കൂടെ കൂട്ടുന്നതോടൊപ്പം അതിനകത്ത് എന്റേതായ രീതിയിൽ എന്തെല്ലാം ഐഡിയാസ് ആഡ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അവിടെ ചിലപ്പം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം, ഐഡിയാസ് ക്ലാഷസ് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ചർച്ചയിലൂടെ ഓവർകം ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് ആൻഡ് വി ആർ ലേണിംഗ് സംതിങ് ഫ്രം അനദർ പേഴ്സൺ. ഒരു പുതിയ പെർസ്പെക്റ്റീവ് അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ആംഗിളുകൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ നമുക്കതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, പുതിയൊരു നോളജ് ആണ്. അപ്പൊ അങ്ങനത്തെ ഗുണങ്ങളും ഉണ്ട്. മൂവിയിലേക്ക് വരുമ്പം ഇത് എത്ര സമയം എടുത്തു ഇത് ഷൂട്ട് ചെയ്യാൻ? ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടു പ്രീ പ്രൊഡക്ഷൻ ഒന്നും അധികം സമയം എടുക്കാത്തതുകൊണ്ട്. പിന്നെ കാരണം ഇത് പെട്ടെന്ന് വന്നൊരു മൂവിയാണല്ലോ, കാരണം നമ്മൾ ദൃശ്യമൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ഇടയിലൊരു മൂവി വന്നു. അപ്പം ഇത്ര സമയം എടുത്തു ഈ ഷൂട്ട് ചെയ്യാൻ? അല്ല, ഇതിന് 48-50 ഡേയ്സ് എടുത്തു തോന്നുന്നു. നൈറ്റ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര എടുത്തു. എന്റെ എല്ലാ സിനിമയ്ക്കും 2-3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. പ്രീ പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വളരെ സൂക്ഷിച്ച് നമ്മൾ ഇത് വളരെ പ്ലാനിങ് വേണ്ട ഒരു പരിപാടിയാണ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ പൈസ പോകുന്നത് അറിയല്ല. അതായത് പൈസ പോകുന്നതിനല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനല്ല, അത് വേസ്റ്റേജ് ഓഫ് മണി ഒത്തിരി ഉണ്ടാവും. നമുക്ക് എന്താണ് വേണ്ടത് അത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിനകത്ത് ചെയ്യുന്നത്. ഒരു ഡേയിൽ ആവറേജ് എത്ര മിനിറ്റ് ഒരു മൂവിയുടെ ഒക്കെ ഷൂട്ട്, എത്ര സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റാറുണ്ട്? അത് ഡിപ്പെൻസ്. ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ആവറേജ് ഒരു 1 മിനിറ്റിന്റെയും 2 മിനിറ്റിന്റെ ഇടയ്ക്കുള്ള കണ്ടന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ എന്റെ സിനിമകളിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഡിപ്പെൻസ്, അത് ഒത്തിരി ആക്ടിവിറ്റി ഉള്ള ആക്ഷൻ ഉള്ള സീക്വൻസ് ആണെങ്കിൽ അത് കുറയും. കുറച്ച് ഡയലോഗ് ഓറിയന്റഡ് അങ്ങനത്തെ സീൻസ് ആണെങ്കിൽ അത് കൂടും. മനസ്സിലായി? അപ്പം ചിലപ്പോ ആവറേജ് ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റിൻ്റെതായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആവറേജ് എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഇന്നവരെ അങ്ങനെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പൊ ഞാൻ ദൃശ്യം സീരീസ് മുഴുവൻ എല്ലാം ഒരു 45-50 ഇടയ്ക്ക് തീർന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 43 അങ്ങനെ എന്തോ, പിന്നെയുള്ള എല്ലാം 50-നുള്ളിൽ നിന്നിട്ടുണ്ട്. ഇത് പക്ഷെ 50 പോയി, കാരണം ഇത് കുറച്ചുകൂടെ നൈറ്റ് വർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പം നൈറ്റ് ആകുമ്പോൾ നമ്മുടെ വർക്ക് ഇച്ചിരി ഒന്ന് സ്ലോ ആവും, ലൈറ്റപ്പിന് കൂടുതൽ സമയം വേണം, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ നമ്മളെ എല്ലാ ആക്ടേഴ്സും എല്ലാ ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റ് ഒക്കെ തറവായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്ത് അവരത് അതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യോ, അതോ ജസ്റ്റ് ഷൂട്ടിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്തെങ്കിലും ഒരു സെഷനിലൊക്കെയാണോ? ഇല്ല, ബേസിക്കലി ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് മലയാളത്തിന്റെ ഒക്കെ അവര് സ്ക്രിപ്റ്റ് ഒന്നും ആദ്യം വായിക്കും, എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അവര് വേറെ സെറ്റ് ചെയ്യുന്നൊക്കെ ആയിരിക്കും വരുമ്പോ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് സീൻ ഏതാ, പ്രീവിയസ് സീൻ ഏത് ചിലരതൊക്കെ കുറച്ച് പ്രിപ്പറേഷൻ, അത് ഓരോരുത്തരുടെ രീതിയാണ്. പിന്നെ ചിലര് അവരുടെ സീൻസ് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വരും. ചിലർക്ക് ബൈഹാർട്ട് ചെയ്താലും ചിലപ്പോൾ കിട്ടത്തില്ല, അപ്പൊ അതുകൊണ്ട് ചിലർക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഈ എഡിറ്റിംഗിൽ ഒരുമിച്ചിരിക്കാറുണ്ടോ, അതോ എഡിറ്റിംഗ് ഒരു ഫസ്റ്റ് ഒരു ഡ്രാഫ്റ്റ് കണ്ടിട്ട് അതിലിരിക്കാറുള്ളൂ? എങ്ങനെയാണ് അത് എന്റെ ഒരു പ്രോസസ്? ഇതിനകത്ത് എന്റെ സിനിമയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മെയിൻ എഡിറ്റർ തന്നെയാണ് സ്പോട്ട് എഡിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴേ എഡിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഏതാണ്ട് ഒരു ഓർഡറിങ് കഴിഞ്ഞിട്ടുണ്ടാവും. സിനിമ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സിനിമയുടെ ഒരു എഡിറ്റിംഗ് ഓർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് അതിന്റെ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തിട്ട്, അത് ചെറിയ ലൂസ് കട്ടായിരിക്കും, ടൈറ്റ് ചെയ്തിട്ടുള്ള കട്ട് പ്ലസ് നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ ഒരു ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ സാധനങ്ങൾ ഒന്ന് റീവർക്ക് ചെയ്ത് വേറെ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മള് എഡിറ്റർ അവരുടെ പുള്ളിയുടെ ഒരു വേറൊരു ഡിഫറെന്റ് പാറ്റേൺ ചിലപ്പോൾ കാണിച്ചു തരും ചില സീനുകളിലൊക്കെ. അപ്പൊ ഇതിനകത്തൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് വെച്ച രീതിയിൽ നിന്ന് ചില സീൻസ് ഒക്കെ ഇന്റർകട്ട് ചെയ്ത് നമ്മൾ മ്യൂസിക്കിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ
ഒരു പാറ്റേൺ കട്ട് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഐഡിയ തോന്നി, ഇത് ഇങ്ങനെ ചെയ്ത് അപ്പൊ വേറൊരു പാറ്റേൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നു. അല്ലാതെ ബേസിക് എഡിറ്റിംഗ് ആക്ച്വലി സിനിമ തീരുമ്പോഴേ നമ്മുടെ ബേസിക് എഡിറ്റിംഗ് ഉണ്ടാവും. ഇതെനിക്ക് തോന്നുന്നു 2.5 hours അതിന്റെ മൂവി തോന്നുന്നു അല്ലെ, 2.5 മണിക്കൂർ. ഇല്ല, ഇതൊരു 2.25 ഇനീഷ്യൽ ഒരു കട്ടൊക്കെ കഴിയുമ്പം, ഡ്രാഫ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, അത് ഒരുപാട് പിന്നെയും അല്ല. അതിനെന്ന് അറിയിച്ചു കഴിഞ്ഞാല് നമ്മള് ഡബിങ്ങിന് കൊടുക്കുന്നത് കുറച്ച് ലൂസ് കട്ടായിരിക്കും, കാരണം അവർക്ക് ഡബ് ചെയ്യാനുള്ള, കാരണം ഇപ്പോ അതിനകത്തൊരു ക്യാരക്ടർ സംസാരിച്ച് ഫുള്ള് ലിപ്പില് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡബിങ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ഡയലോഗിന്റെ പകുതി ചിലപ്പോൾ വേറൊരാളുടെ റിയാക്ഷനെ കൂടി ആയിരിക്കും കയറി പോകുന്നത്. അതാണ്. അപ്പൊ പെട്ടെന്ന് പടം റിലീസ് ചെയ്യണേ നമ്മൾ എന്നാ വെച്ചാൽ അങ്ങനെ തന്നെ കൊടുക്കും, ഇട്ട് കൊടുക്കും. അപ്പൊ അതിന്റെ മുകളിൽ അപ്പം അങ്ങനെ തന്നെ അങ്ങ് ഡബ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ പാരലലി എഡിറ്റിങ്ങിന് അത് പോകുന്ന കൂട്ടത്തിൽ തന്നെ മ്യൂസിക്കിന് ഒരു വേർഷൻ പോകും, കുറച്ച് ടൈറ്റർ കട്ട്, ഓൾമോസ്റ്റ് ഫൈനൽ കട്ടിന് കുറച്ച് ഇതായിട്ട്. കാരണം അത് മ്യൂസിക്കിന് പോകുന്ന നേരത്തെ എഫക്ട്സിന് പോകും, മ്യൂസിക്കിന് പോകുന്നതെന്ന് വെച്ചാൽ സോ ദാറ്റ് അവർക്ക് മ്യൂസിക് ഒന്ന് ഡിസൈൻ ചെയ്യാം, പ്ലാൻ ചെയ്യാം, സീൻസ് കണ്ടിട്ട്. ഫിലിം മേക്കർ ഒരു രീതിയില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെയാ പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പടം നമ്മുടെ റെഡി ആകാറുണ്ട്. പിന്നെ നമ്മുടെ ഇത് അങ്ങനെ വലിയൊരു ഹെവി ഒത്തിരി വർക്ക് അങ്ങനത്തെ ഉള്ള ടൈപ്പ് ഓഫ് സിനിമകളും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഈ മൂവി പല സ്റ്റേജിലും ഇങ്ങനെ നമ്മൾ തിരക്കഥ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ തിരക്കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മൂവി നമ്മുടെ മനസ്സിൽ കാണുന്നു, പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് കാണുന്നു, സ്പോട്ട് എഡിറ്റിംഗിൽ കാണുന്നു, പിന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ കാണുന്നു. ഈ സൗണ്ട് ഡിസൈൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് എലിവേറ്റഡ് ആയിട്ട് തോന്നാറുണ്ടോ, അതോ യു ഓൾവേസ് അത് ഓൾറെഡി മനസ്സിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടാണോ ആദ്യം തന്നെ കാണാറുള്ളത്? ബേസിക്കലി നമ്മുടെ മനസ്സിൽ, പിന്നെ അതുപോലെ മ്യൂസിക്കിൽ ഒരു പരിപാടി, നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ ടീസറിലും ഒക്കെ കണ്ട മ്യൂസിക് നമ്മൾ പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മ്യൂസിക് ചെയ്തതാ. കാരണം ഒരു തീം ഉണ്ടാക്കും ഓരോ ക്യാരക്ടറിനും, സിനിമയ്ക്കും, മെയിൻ ക്യാരക്ടേഴ്സിനും സിനിമയ്ക്കും ഒക്കെ ഒരു തീം ഉണ്ടാക്കും. അപ്പൊ ആ തീം നമ്മുടെ മനസ്സിലുണ്ട്. ഏതാണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ നേരെന്ന് പറയുന്ന സിനിമയില് ആ പെൺകുട്ടിയുടെ ഒരു തീം ഉണ്ടാക്കി നമ്മൾ നേരത്തെ വെച്ചിരുന്നു ഷൂട്ടിന് മുമ്പേ. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ അവസാനത്തെ കോടതിയിൽ നിന്ന് പുള്ളി ഇറങ്ങിപ്പോകുന്ന, പുറത്തേക്കായി ഇറങ്ങിപ്പോകുന്ന ഷോട്ട്സ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾക്ക് 12 ദിവസം ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞങ്ങൾ ആ മ്യൂസിക് ഇട്ട് ഞങ്ങൾ അവിടെ എഡിറ്റ് ചെയ്തത് കണ്ടു. അപ്പൊ വെച്ച് കഴിഞ്ഞാല് പിന്നെ അത് ആ പോർഷൻ നേരിന്റെ ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത ക്ലൈമാക്സ് പോർഷൻ ആയിരുന്നു. കാരണം മ്യൂസിക് ഡയറക്ടർക്ക് അതിൽ ഒത്തിരി വർക്കില്ല, കാരണം ഓൾറെഡി ചെയ്ത തീം അതിനകത്തിട്ട് ഇത് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് കുറച്ച് അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ മ്യൂസിക്കും നമ്മൾ ഓൾറെഡി കുറെയൊക്കെ എങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്, ഈ പാറ്റേണിലുള്ള മ്യൂസിക്കാണ് ഇവിടെ ഇങ്ങനെയായിരിക്കും വരുന്നതെന്നുണ്ട്. എന്നിരുന്നാലും ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മ്യൂസിക് ചെയ്ത് കഴിയുമ്പോൾ ഈ സിനിമ എല്ലാ സിനിമയും പിന്നെ ഇമോഷൻ ലിഫ്റ്റ് ചെയ്യാനാണ് മ്യൂസിക് യൂസ് ചെയ്യുന്നത്. ഒരാൾ കരയുമ്പോൾ നമുക്ക് സങ്കടം വരുമെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മ്യൂസിക് കൂടെ കൊടുക്കുമ്പോഴാണ് ആ സങ്കടത്തിനെ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊരു ഹൊറർ സിനിമ മ്യൂട്ട് ചെയ്തിട്ട് കണ്ടാൽ മതി, യു വോണ്ട് ഫീൽ എനിത്തിങ്. സോ അപ്പോ സൗണ്ടാണ് നമ്മുടെ ഇമോഷനെ നമ്മളെ പേടിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഒക്കെ. അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ചും തിയേറ്റർ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്കത് അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ആ മ്യൂസിക്. ഇപ്പൊ നിങ്ങൾ ഒരു കരയുന്ന സീനിൽ ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഇട്ടാൽ നമുക്ക് നമ്മൾ ആ കരച്ചിൽ നിന്ന് മാറി വേറെയിലേക്കും. അപ്പൊ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടന്റ്. സിനിമ ബേസിക്കലി ഒരു ടീം വർക്ക് ആണ്. അതിനകത്ത് സ്ക്രിപ്റ്റ് ഫസ്റ്റ് തിങ്, സെക്കൻഡ് വരുന്നതാണ് സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, മേക്കപ്പ്, കോസ്റ്റ്യൂം, ആർട്ട് ഡയറക്ഷൻ, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, എല്ലാം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആസ് എ ഡയറക്ടർ, ആസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഡയറക്ടറുടെ ജോലിയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഏത് വേണം, ഇങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത് അയാള് മനസ്സിൽ കൺസീവ് ചെയ്തിട്ട് അയാള് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഡബിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സെഷനിലും ഇപ്പൊ സാറിന് പോയി ഇരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അപ്പം പക്ഷെ അത് എല്ലാം കേട്ട് ഫീഡ്ബാക്ക് എടുക്കാറുണ്ടോ, കാരണം ആ ഇമോഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? അല്ല, അത് നമുക്ക് എനിക്കൊരു ടീമുണ്ടല്ലോ, 10-14 പേരുണ്ട്. അപ്പൊ നമുക്ക് 2 പടമൊക്കെ ഇപ്പൊ ഒരേ സമയം ദൃശ്യത്തിന്റെ ഡബിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ദൃശ്യത്തിന്റെ ഡബിങ് നടക്കുമ്പോ തന്നെ വലതുവശത്തെ കള്ളന്റെ ഡബിങ് തീരാറായി തുടങ്ങിയപ്പോ തന്നെ ദൃശ്യം കയറി. അപ്പൊ അവിടെ 2 ടീമായിട്ട് നിന്ന് അവര് ഡബ് ചെയ്യും. എന്നിട്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഡബ് ചെയ്ത് കുറെ ഒരു ആക്ടറിന്റെ തീർന്നു, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു
അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പോയി അത് ഫുൾ കേൾക്കും. കാരണം പണ്ട് ഞാനും ഇരുന്ന് ഡബ് ചെയ്യുമായിരുന്നു. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ഇങ്ങനെ നമ്മളൊരു ജോലി ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് ജഡ്ജ്മെന്റ് പോകും ഒരാളുടെ സൗണ്ട് ഇങ്ങനെ കേട്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സാധാരണ വെച്ചാൽ 2-3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ കേൾക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാൽ എന്റെ അസോസിയേറ്റ്സ് അവര് പോയിരുന്ന് ഡബ് ചെയ്യും. ഒരുമാതിരി എല്ലാം പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണ്, അവർക്കും അറിയാതെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കണ്ടു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ വിളിപ്പിക്കും. അപ്പൊ ഈ വലതുവശത്തെ കള്ളൻ എന്തുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മളെ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഒരു നല്ലൊരു ഇമോഷണൽ ക്രൈം ഡ്രാമ, ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയായിരിക്കും. കുറച്ച് ഇമോഷണൽ ആണ്. അതിനകത്ത് അത് തിയേറ്ററിൽ പോയി കണ്ടു വെച്ചാൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ആ ഒരു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്റെ വിഷ്വലും എല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ അത് തിയേറ്ററിൽ കാണുമ്പോഴാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. ദൃശ്യത്തെ കൂടെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അവിടെ ചോദിക്കുകയാണ്. ദൃശ്യം ഏത് സ്റ്റേജ് വരെ ആയി? ഓൾമോസ്റ്റ് ഡബിങ് ഡബിങ് ഓൾമോസ്റ്റ് തീർന്നു വരുന്നു. ഇനി നമ്മുടെ എന്താ പറയാ, മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുന്നു, എഫക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർന്ന് മിക്സിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇറക്കും. അതിന്റെ ഒരു പ്രഷർ എങ്ങനെയാണ്? ദൃശ്യത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആണോ? അപ്പൊ അതിന്റെ ഒരു പ്രഷർ എങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? അതോ അതിനെ കുറിച്ച് ബോധർ ചെയ്യാറില്ല? പ്രഷർ ഞാൻ എങ്ങനെ അതിനെ കുറിച്ച് ഞാൻ ഐ എം നോട്ട് ബോധേർഡ് അബൌട്ട് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ നമ്മുടെ ചില കാൽക്കുലേഷൻസും, നമ്മൾ ഓരോ സിനിമയ്ക്ക് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക. ചിലത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മിറാഷ് എന്ന് പറയുന്ന സിനിമ, ഞങ്ങളത് ആക്ച്വലി ഒരു ഹിന്ദി സിനിമയ്ക്ക് UK ബേസ്ഡ് ആയിരുന്നു അന്നത്. കുറച്ച് മാറ്റങ്ങളുണ്ട്, എന്നാലും ഇതാണ്. പക്ഷെ നമുക്ക് അതിനകത്ത് ആ ഹീറോ തന്നെ വില്ലൻ ആവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ ആരും തയ്യാറാവത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ആ മിറാഷ് എഫക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ആ തുടക്കത്തിലെ ഓരോ ക്യാരക്ടറിന്റെ ഇതും നോക്കിയത്. പക്ഷെ അത് പറ്റിയതെന്നു വെച്ച് കഴിഞ്ഞാല് ആൾക്കാരെ സംബന്ധിച്ച് ആൾക്കാർ നോക്കുമ്പോ ഇതൊക്കെ അവർക്കത് ഓക്കെ, അത് ട്വിസ്റ്റ് ആണ് അവരുടെ ആംഗിളിൽ നിന്ന്. അത് ഇറ്റ്സ് എ പ്രെഡിക്റ്റബിൾ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീൽ കുറെ പേർക്ക് തോന്നി. മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചു പേർക്ക് അവസാനത്തെ 30 മിനിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചില്ല. എന്റെ സിനിമയാവുമ്പോൾ ആൾക്കാർ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു ട്വിസ്റ്റായി കാണും എന്നുള്ളത് ഫോർസീൻ ചെയ്യാനുള്ള നമുക്ക് അവിടെ എവിടെയോ ഒരു പാളിച്ച പറ്റി. അപ്പോ കാരണം ഈ സ്ക്രിപ്റ്റിന്റെ ഹിന്ദിക്കും വേണ്ടിയിട്ടുള്ള ഏതാണ്ട് ഒരു ഇതേപോലത്തെ ഡ്രാഫ്റ്റ് ആയിരുന്നു. അപ്പം ആൾക്കാർക്ക് അത് അങ്ങനെ ഇത് വന്നു. അപ്പൊ നമ്മൾ പക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ആ മിറാഷ് എന്ന് പേരിട്ടപ്പോ അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സിന് എല്ലാം അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ക്യാരക്ടർ മാറും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ആൾക്കാർ അത് റിസീവ് ചെയ്തത്. അതിപ്പം ഞങ്ങളുടെ കാൽക്കുലേഷനെ പറ്റി അതിന് അവരെ കുറ്റം, നമ്മുടെ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞിട്ടല്ല. അവർക്ക് വരുമ്പോ അവർക്ക് എന്ത് കിട്ടുന്നു അതന്നെ അവർ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പം നമ്മളത് ആ കാൽക്കുലേഷൻ എവിടെയോ ഞങ്ങൾക്കൊരു പാളിച്ച പറ്റി, അത്രേ ഉള്ളൂ. അതിപ്പോ സിനിമ എപ്പോഴും അങ്ങനെയാ. അപ്പം ഞാൻ ഇപ്പൊ ദൃശ്യം 3 ചെയ്യുന്നു, ഞങ്ങളുടെ ചില കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ട് ആ സിനിമ ചെയ്യുന്നത്. ചിലപ്പോൾ അത് ആൾക്കാർ അത് അതിൻ്റെതായ അർത്ഥത്തിൽ എടുത്ത് കിട്ടിയാൽ പടം ഓക്കെ ഭയങ്കര നന്നായിട്ട് പോകും. അതല്ല, ആൾക്കാർക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലല്ല അത് എടുക്കുന്നെങ്കിൽ അത് ഉദ്ദേശിച്ച പോലെ പറ്റില്ല, അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെ പേടിച്ചാൽ നമ്മൾ സിനിമ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഒരു സിനിമയ്ക്ക് ഒരു ഫോർമുലയില്ല. ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സിനിമകളും ഹിറ്റാക്കും. ഓരോ കഥയും ഓരോ ഇത്. പിന്നെ വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കിപ്പം ഒരു പടം ഫിനാൻഷ്യലി ബോക്സ് ഓഫീസ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒന്ന് പടം നന്നായി വന്ന ഒപ്പീനിയൻ പറഞ്ഞു എത്രയോ നല്ല പടങ്ങൾ തിയേറ്ററിൽ അധികം കളക്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന്. അത് പല സാഹചര്യങ്ങളുണ്ടാകും. വേറെ ആക്ടർ ഉണ്ടാകും, വേറെ എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് വന്നു, അല്ലെ വേറൊരു ഇത് വന്നു, അങ്ങനെയൊക്കെ ഒത്തിരി ഘടകങ്ങളുണ്ടാവാം. അപ്പം അതുകൊണ്ട് ബേസിക്കലി സിനിമ ഒരു ഗാംബ്ലിംഗ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭയങ്കരമായിട്ടും സിനിമയിൽ വേസ്റ്റേജ് ഓഫ് മണി ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കുന്ന ഒരു ഗാംബ്ലിംഗ് ആണ്. എത്രയോ പ്രൊഡ്യൂസേഴ്സ് നശിച്ച് കുത്തോളം എടുത്തു പോയിട്ടുണ്ട്. എത്രയോ പേര് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ നശിച്ചു പോയിട്ടുണ്ട്. ബേസിക്കലി ഇച്ചിരി അത് ഒന്ന് പ്ലാൻഡ് ആയിട്ട് ചെയ്താൽ വലിയ തട്ടുകേടില്ലാതെ നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിന് പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ട് വേണം. സിനിമ അതാണ്. അപ്പോ ചലഞ്ചുണ്ട്, ഗാംബ്ലിംഗ് ആണ്. അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. ആ ചലഞ്ചസിനെ ഇതായിട്ട് എടുക്കുക. ഒരു പടം ഇറങ്ങി, അത് ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആയില്ല, ഓക്കെ, അത് കഴിഞ്ഞു. അതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് പഠിക്കുക, മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. അതാണ് എന്റെ പോളിസി. കറക്റ്റ് ആണ്. കാരണം മൂവി അത്രയും റിസ്ക് ഉള്ള ഇൻഡസ്ട്രിയാണ്. മാത്രമല്ല ഒരിക്കലും ഒരു പാറ്റേൺ നമുക്ക് പ്രഡിക്ട് ചെയ്യാനും പറ്റില്ല. അപ്പം അത്രയും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ദൃശ്യത്തെ കുറിച്ച് തന്നെയാണ്. അപ്പം
ഹിന്ദിയില് ദൃശ്യം ഇസ് എ ഡിഫറെന്റ് സ്ക്രീൻ പ്ലേ ആണോ അതോ ഡിഫറെന്റ് സ്റ്റോറി ആണോ അതോ സെയിം തിങ്? അല്ല, ബേസിക്കലി നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അവർക്ക് അതിനകത്ത് ചില ഏരിയയിൽ അവർക്ക് അവരുടെ ഹിന്ദി ഫിലിം ഒരു അവരുടെ ഓഡിയൻസും അവരുടെ ഹീറോ കാണുന്ന ഒരു വ്യത്യാസമുണ്ട്. ചില ഏരിയയിൽ അവർക്ക് ഇതുണ്ട്. അപ്പം അത് അവരുടെ തീരുമാനമാണ്. ഇപ്പൊ നമ്മള് സാധാരണ പടം ഇറങ്ങി നമ്മൾ ഇത് ഫസ്റ്റിനും സെക്കൻഡിനകത്തും ഒക്കെ അവർ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് ഷെയർ ചെയ്തപ്പോൾ അവര് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയേ പറ്റുള്ളൂ. ആ ചേഞ്ചസ് എന്താണെന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വലതുവശത്തെ കള്ളനെ കുറിച്ച്? വേറെ എന്തെങ്കിലും? എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സിനിമ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയാ സിനിമ വന്ന് കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും. ഞാൻ വിമർശനങ്ങൾക്ക് അധീനമോ അല്ലെങ്കിൽ വിമർശനങ്ങൾ എടുക്കാൻ മടിയുള്ള ഒരാളൊന്നുമല്ല. സോ ഐ ആം ഓപ്പൺ ടു ക്രിറ്റിസിസം. പക്ഷെ കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയരുത്, ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ് നമുക്ക്. കാരണം അങ്ങനെ കുറെ ഇത് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പ്രത്യേകിച്ചും എന്നെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് കുറച്ച് ഇതുണ്ട്. നമുക്കിത് കാണുമ്പോൾ അറിയാം. ഐ എം നോട്ട് ബോധേഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ഞാനീ എന്താ പറയാ കമന്റ്സിലൊന്നും നോക്കുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ വായിച്ചിട്ട് സാറേ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ കുറെ ഫേക്ക് ഐഡീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ എന്റെ സിനിമ എന്നല്ല, ഒരു സിനിമ അത് ചെയ്യാൻ പാടില്ല. എല്ലാ സിനിമകളും നല്ലതാണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ ചില നടന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകാതിരിക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം പ്രത്യേകിച്ചും തിയേറ്ററിൽ ഈ അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോലും ആൾക്കാർ മൂവി ഫോക്കസ് ചെയ്യാതിരുന്ന് കാണുക, മൊബൈൽ യൂസ് ചെയ്യുക. അല്ലാതെ ഈ റീലുകൾ കുറെ കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആദ്യം തന്നെ തീരുമാനിച്ചിട്ട് പോയി മൂവി കാണുക. അതൊക്കെയാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ല മൂവി എന്നാലും നിലനിൽക്കുന്നേ ചെയ്യും. ബേസിക്കലി തിയേറ്ററിൽ നമ്മളെ ഹുക്ക് ചെയ്ത് ഇരുത്തുന്ന രീതിയിൽ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ആൾക്കാരുടെ സ്വഭാവം മാറ്റാൻ പറയാൻ പറ്റുമോ? ആൾക്കാരുടെ സ്വഭാവം കാലത്തിനനുസരിച്ചും ജനറേഷന്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഫിലിം മേക്കേഴ്സ് ചെയ്യാന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ടിട്ടുള്ള മൂവിയാണ് മൈ ബോസ്. അപ്പം അതുപോലത്തെ ഒരു മൂവി, അതേപോലത്തെ ഒരു ഫുൾ കോമഡി മൂവി ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതോ ചെയ്യാനുള്ള പ്ലാൻ? അല്ല, എപ്പോഴും ആഗ്രഹമുണ്ട്, നല്ല സ്ക്രിപ്റ്റും കാര്യം. പിന്നെ മൈ ബോസിന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് വലിയ അവകാശവാദമൊന്നുമില്ല. കാരണം അത് ടോട്ടലി ഒരു ഇൻസ്പയർഡ് സിനിമയാണ്. അപ്പോ പക്ഷെ അതിനെ നമ്മൾ നല്ല രീതിയിൽ മലയാളീകരിച്ച് ചെയ്തു എന്നുള്ളതാണ്. അതാണ്. അപ്പം ഇപ്പൊ ഈയിടെ നുണക്കുഴി വന്നപ്പം കൃഷ്ണകുമാർ അതിന്റെ കഥയായിട്ട് വന്നപ്പം ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. കുറച്ചു പേർക്ക് ഞാൻ എന്തിനും നുണക്കുഴി പോലുള്ള സിനിമ ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അപ്പം എനിക്കൊക്കെ ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തപ്പോഴും എന്റെ ഭയങ്കര ഒരു ഇത് അതിനകത്ത് ഒത്തിരി ഹ്യൂമർ ആയിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെ അതിനകത്ത് അവസാനം വന്നപ്പോൾ ഭയങ്കര ദുരന്തങ്ങളും ഇത്. പക്ഷെ അതൊരു നമ്മളൊരു ഹാർഡ് റിയാലിറ്റീസ് ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്തതാണ്. അപ്പം എനിക്ക് എങ്ങനത്തെ ഇപ്പം എന്താ പറയാ ഒരു നല്ലൊരു തോട്ട് വന്ന് എനിക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എഴുതും. അല്ലെ എന്റെ അടുത്ത് നല്ലൊരു ഹ്യൂമർ ബേസ്ഡ് സിനിമ കൊണ്ടുവന്നാൽ ഞാനത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ആഗ്രഹമുണ്ട്. ഒരുപാട് സന്തോഷം ഞങ്ങളോട് ഇത്രയേറെ സംസാരിച്ചതിന്. എനിക്കറിയാം ഒരുപാട് തിരക്കുകളുണ്ടെന്നുള്ളത്. അപ്പം UK ആൻഡ് അയർലാൻഡിൽ ഞങ്ങൾ ഈ പടം ലണ്ടനിൽ തന്നെയാണ്. അന്ന് റാമിന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ വന്നിരുന്നു അവിടെ. അപ്പം വളരെ അടുത്തായിരുന്നു, നമ്മുടെ വീടിന്റെ ഒരു 10-15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ലാലേട്ടനൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റി. അപ്പം ആയിക്കോട്ടെ, വളരെ സന്തോഷം. എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഈ മൂവി എന്താ പറയാ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നാട്ടിലെവിടെയാ? നാട്ടിൽ ഞാൻ മലപ്പുറം.